ഓക്കെ. ഞാൻ ഷെയർ ചെയ്തേക്കുന്ന ആ പ്രോഗ്രാം കാണാമല്ലോ ഇപ്പോ. ഉം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ ഇങ്ങനെ ഒരു പിന്നിന്റെ നെയിം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിന്നിന്റെ, അതായത് നമ്മളിപ്പോ വേറൊരാളുടെ കോഡ് എടുത്തിട്ട് മോഡിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ആരുടെ കോഡ് എടുത്തിട്ടാണോ മോഡിഫൈ ചെയ്യുന്നത് അയാള് ഈ ഒരു കൺവെൻഷൻ, അതായത് ഈ ഒരു നെയിം ഒരു പിന്നിന്റെ നമ്പർ ഒരു നെയിമിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് സപ്പോസ് വേറൊരു പിന്നായിരിക്കും നമ്മുടെ പ്രൊജക്ടിന് യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ആ ഒരു പിന്നിന്റെ നമ്പർ മാത്രം ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ യൂസ് എളുപ്പത്തിൽ നടക്കും. ഓക്കെ. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോ ആ കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വർക്ക് ചെയ്യും. ഓക്കെ. ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചു. ഇത് ഇച്ചിരി ഐ തിങ്ക് എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിരിക്കും ഈ ഒരു പാർട്ട്. ആർക്കും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു. ചെയ്ത് നോക്കണം എല്ലാവരും. ഓക്കെ. 255 ലിമിറ്റ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ആർഡിനോ 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 8 ബിറ്റ് റെസൊല്യൂഷന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ടാണ് ഈ 255 വന്നേക്കുന്നത്. ഓക്കെ. ആ ഒരു 255ന്ന് വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോ സപ്പോസ് ഒരു 5 വോൾട്ടേജ് ആണ് വരേണ്ടതെന്ന് വിചാരിക്കുക. ആ ഒരു 5 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ ഞാൻ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ. ഇപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു വാല്യൂ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളിപ്പോ കുറച്ചു മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന കോഡിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി നോക്കാം. ഈ അനലോഗ് സംബന്ധിച്ച്. ഓക്കെ. ഞാനിപ്പോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ആ ഒരു കോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇപ്പോ നമ്മുടെ പണ്ടത്തെ കോഡായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോ ഡിജിറ്റൽ പിന്നിലാണ് ഈ അനലോഗ് റൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ അനലോഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിന്നിലും വർക്ക് ആവണമെന്നില്ല. അത് PWM പിൻസിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പി ഡബ്ല്യു എം സപ്പോർട്ട് ചെയ്യുന്ന പിന്നാണോ എന്നൊക്കെ ക്രോസ് വെരിഫൈ ചെയ്യണം, നമ്മുടെ പിൻ ഔട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട്. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ യെല്ലോ LED ബ്രൈറ്റ്നസ് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ. ഇപ്പൊ ഞാൻ നമ്മൾ മുമ്പേ യൂസ് ചെയ്ത ആ ഒരു കോഡാണ് മോഡിഫൈ ചെയ്യുന്നത്. ഞാനിപ്പോ ഈ യെല്ലോ LED ബ്രൈറ്റ്നസ് ഒരു
150 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആക്കാൻ ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലും എറർ എന്തെങ്കിലും വരുമെന്നുള്ളത് നോക്കാം. ഓക്കെ, അനലോഗ് റേറ്റ് വാസ് നോട്ട് ഡിക്ലോർ ഇൻ ദി സ്കോപ്പ്. ഓക്കെ, ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നോക്കട്ടെ, ഇല്ല. ഓക്കെ, ഇപ്പോ ആ യെല്ലോ എൽ ഇ ഡിയുടെ ബ്രൈറ്റ്നസ് 150 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൽകുക. ഞാനിവിടെ ഒരു 50 എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ബ്രൈറ്റ്നസ് കുറയുന്നുണ്ടോ? കണ്ടോ, ബ്രൈറ്റ്നസ് കുറഞ്ഞത് കണ്ടോ 150 കൊടുത്തപ്പോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ 250 കൊടുക്കുക. 250 കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ബ്രൈറ്റ്നസ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാത്തിന്റെ അനലോഗ് റേറ്റ് ആക്കി നോക്കാം. യെല്ലോ യെല്ലോക്ക് 150, റെഡിന് 150, ഗ്രീനിന് 150. ഓക്കെ, ലോ കിടക്കുന്നിടത്തെല്ലാം നമുക്ക് 0 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രൈറ്റ്നസ് എന്തെങ്കിലും ചേഞ്ച് വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, 50 150 ആക്കിയപ്പോ ബ്രൈറ്റ്നസ് നമുക്ക് അധികം നോട്ടീസബിൾ ഒരു ചേഞ്ച് ആണ്. ഇതാ കണ്ടോ, ഇപ്പൊ 50 ആക്കിയ സമയത്ത് കണ്ടോ ഗ്രീൻ കത്തുന്നില്ല. കാരണം ഗ്രീൻ കത്താൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കിട്ടുന്നില്ല. അതായത് 50 എന്ന് പറയുന്ന വോൾട്ടേജ് ഗ്രീൻ എന്ന് പറയുന്ന കളറുള്ള LED കത്താൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അല്ല. അതുകൊണ്ടാണ് ഗ്രീൻ കത്താത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീന്റെ മാത്രം ഒന്ന് കൂട്ടി നോക്കാം. ഗ്രീനിന്റെ നമുക്കൊരു 75 ആക്കി നോക്കാം. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഗ്രീൻ കത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ കളർ LED ഇല്ലേ, LED കളർ മാറുന്നതിനനുസരിച്ച് LED കത്താൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് മാറും. ഓക്കെ, ആ ഒരു രീതി അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഗ്രീൻ LED കത്താത്തതെന്ന് തോന്നുന്നു. കണ്ടോ, 150 കൊടുത്തപ്പോ ഗ്രീൻ LED കത്തുന്നുണ്ട്. അതായത് അത്രയും വോൾട്ടേജ് വേണം ഗ്രീൻ LED കത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് അനലോഗ് റൈറ്റിന്റെ ഒരു കൺസെപ്റ്റ്. അനലോഗ് റൈറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒന്നുമില്ല, വേരിയബിൾ വോൾട്ടേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് അനലോഗ് റൈറ്റ്. ഓക്കെ, മനസ്സിലായോ? അനലോഗ് റൈറ്റിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വിവേക, അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രീനിന്റെ ആ ഒരു LED ഇപ്പൊ ഞാൻ ചെയ്തപ്പോഴും കണ്ടില്ലേ, ഗ്രീൻ ഓഫ് ആയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഗ്രീനിന്റെ LED ഓൺ ആവാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് റെഡിനെയും യെല്ലോയിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു ത്രഷോൾഡിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രമേ ഗ്രീൻ ഓൺ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഗ്രീൻ അവിടെ ഓൺ ആവാൻ ബുദ്ധിമുട്ട് വരുന്നത്. മനസ്സിലായോ? ആ, ഓക്കെ, അതാണ് അത്. കുറച്ച് ഇലക്ട്രിക്കൽ റിലേറ്റഡ് കൺസെപ്റ്റ് ആണ്. ആ LED എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂവിനനുസരിച്ച് ഓൺ ആവത്തത് എന്നുള്ളത് ആ ഒരു കുറച്ച് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു ഗ്രീൻ LED ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൈക്രോ കൺട്രോളർ കുത്തിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ കത്തും. പക്ഷെ അതേസമയം നമ്മളൊരു ബ്ലൂ LED കൊണ്ട് കുത്തുവാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ LED കരിഞ്ഞു പോകും, ലൈക്ക് അടിച്ചു പോകും. ബിക്കോസ് ബ്ലൂ LED കത്താൻ അത്രയും കറണ്ടിന്റെ ആവശ്യമില്ല.
അപ്പൊ നമ്മളവിടെ റെസിസ്റ്റർ വെച്ചിട്ട് ഇന്റർഫേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു പോകും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഓരോ കളർ LED മാറുന്തോറും അത് കത്താൻ ആവശ്യമായിട്ടുള്ള കറണ്ടും വോൾട്ടേജും ഒക്കെ വ്യത്യാസം വരും. ഓക്കെ. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അനലോഗ് റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള? ഇപ്പൊ ഞാൻ ചെയ്ത കോഡും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കോഡും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് അതായത് ആസ് എ യൂസർ, അതായത് ഞാൻ കോഡ് ചെയ്ത സിസ്റ്റം അല്ല, എനിക്ക് ഒരു ഡിവൈസ് ആയിട്ട് കിട്ടിയതാ. ഓക്കെ, ആ ഡിവൈസിന്റെ ഫങ്ഷനാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു കമാൻഡ് കൊടുക്കുമ്പോൾ ആ ഒരു കമാൻഡിനനുസരിച്ചിട്ട് ഉള്ള LED മാത്രം കത്തിയാൽ മതി. അതായത് ഞാനിപ്പോ റെഡ് എന്നോ അല്ലെങ്കിൽ R എന്ന് പറയുന്ന ഒരു ലെറ്റർ അയക്കുമ്പോൾ റെഡ് ഓൺ ആവും. ഓക്കെ. അതേപോലെ G എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ ഗ്രീൻ ഓൺ ആവും, Y എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ Y ഓൺ ആവും. അങ്ങനെയുള്ള ഒരു കോഡാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ എഴുതിയിരുന്ന ലോജിക് ഫുള്ള് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഈ ഒരു കമാൻഡ് ഫുൾ അയക്കാൻ പോകുന്നു. അതായത് ഏത് LED ആ ഓൺ ആവേണ്ടത് ഓഫ് ആവേണ്ടത് എന്നുള്ള കമാൻഡ് അയക്കുന്നത് സീരിയൽ മോണിറ്റർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതായത് ഈ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ മെസ്സേജസ് എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെയാണ് നമ്മൾ എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ, അതായത് നമുക്കുള്ള മെസ്സേജസ് എൻ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ മൈക്രോ കൺട്രോളറിന് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കോഡിൽ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്നത് എവിടെയാ? വോയിഡ് ലൂപ്പിലാണ്. ഓക്കെ, അപ്പൊ സീരിയൽ മോണിറ്റർ നമുക്ക് എനേബിൾ ചെയ്യണം. അതിനുള്ള ലൈൻ ഓഫ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ ഡോട്ട് ബിഗിൻ എന്നുള്ളതാണ്. ഓക്കെ, സീരിയലിന്റെ എസ് ക്യാപിറ്റൽ ആണ്, സീരിയൽ ഡോട്ട് ബിഗിൻ. ഓക്കെ, എന്നിട്ട് ഇതാണ് അതിന്റെ ഫംഗ്ഷൻ. സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന് പറയുന്നതാണ് അതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇറർ വരുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും, 9600. ഓക്കെ, ഈ സാധനത്തിനെ നമ്മൾ പറയുന്നത് ബോർഡ് റേറ്റ് എന്നാണ്. ഓക്കെ, ബോർഡ് റേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഈ അയച്ചു കൊടുക്കുന്ന മെസ്സേജ് നമ്മുടെ ലാപ്ടോപ്പിൽ കൂടെ അല്ലേ നമ്മൾ ഈ മെസ്സേജ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന മെസ്സേജ് നമ്മുടെ ഈ ലാപ്ടോപ്പ് നമ്മുടെ ഈ മൈക്രോ കൺട്രോളറുമായിട്ട് എത്ര സ്പീഡിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പാരാമീറ്റർ ആണ് ഈ ബോർഡ് റേറ്റ്. ഓക്കെ, അപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ ഏകദേശം 9600 എന്ന് പറയുന്ന ബോർഡ് റേറ്റിന് അനുയോജ്യമായിട്ടുള്ള സ്പീഡിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് MCUവിന് ഓൾറെഡി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ലൈൻ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ 9600 നമുക്ക് റാൻഡം ആയിട്ടുള്ള നമ്പർ ഒന്നും ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ആ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാൻ അനുവാദമുള്ള നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, സീരിയൽ മോണിറ്റർ ഓപ്പൺ ആക്കിയിട്ട് താഴെ ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതില് ഉള്ള നമ്പേഴ്സ്, ബോർഡ് റേറ്റിന്റെ നമ്പേഴ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സജസ്റ്റ് ചെയ്യുന്ന ബോർഡ് റേറ്റ്, അതായത് അർഡിനോ നാനോയ്ക്ക് സജസ്റ്റ് ചെയ്യുന്ന ബോർഡ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9600 എന്ന് പറയുന്ന ബോർഡ് റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വോയിഡ് സെറ്റപ്പിൽ സീരിയൽ ഡോട്ട് ബിഗിൻ 9600 എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി കൊടുത്തിട്ട് സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൊജക്റ്റിൽ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ പ്രൊജക്റ്റിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്യാരക്ടർ ഈ ഒരു എന്താ പറയാ ഈ ഒരു സീരിയൽ മോണിറ്റർ കൂടെ എൻ്റർ ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടർ മൈക്രോ കൺട്രോളർ ക്യാപ്ചർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ അയക്കുന്നത് എന്താ, ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോ വേരിയബിളിന്റെ പേര് ഞാൻ ഇടുന്നത്, വേരിയബിളിന്റെ പേര് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേരിയബിളിന്റെ പേര് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ മെസ്സേജ് എന്ന് പറയുന്ന മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പക്ഷെ ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ക്യാരക്ടർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഡാറ്റ ടൈപ്പ്? ക്യാർ ആണ്. ഓക്കെ. ക്യാർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. മെസ്സേജ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ. ഇനി ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ. അത് ഞാൻ ആ ലൈൻ ഓഫ് കോഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ഇതാ ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന ലൈൻ കണ്ടോ? ഇഫ് സീരിയൽ ഡോട്ട് അവൈലബിൾ ഫങ്ഷൻ. ഓക്കെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് എന്തെങ്കിലും സീരിയൽ ഡാറ്റ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ. അതിനാണ് ഈ ഒരു ലൈൻ. അതായത് എപ്പോഴും നമ്മുടെ മൈക്രോ കൺട്രോളർ വെയിറ്റ് ചെയ്യുന്നത് സീരിയലിൽ കൂടെ എന്തെങ്കിലും ഒരു ഡാറ്റ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് സീരിയൽ ഡോട്ട് ബിഗിൻ എന്ന് പറയുന്നത്, സീരിയൽ ഡോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ. ഇഫ് സപ്പോസ് ഇപ്പോ എന്തെങ്കിലും ഒരു ഡാറ്റ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സീരിയൽ ഡോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ട്രൂ ആവുകയും നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്തേക്ക് പോവുകയും ചെയ്യും. സീരിയൽ ഡോട്ട് ലൈക്ക് ഇപ്പോ ഡാറ്റ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വരുന്ന ഡാറ്റ ഇല്ലേ, ആ വരുന്ന ഡാറ്റ മെസ്സേജ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യലാണ് അടുത്ത ടാസ്ക്. അതായത് ആ അതായത് ആദ്യം നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് കണ്ടീഷൻ നമ്മൾ വെച്ചേക്കുന്നത് സീരിയൽ ഡാറ്റ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. അത് നമ്മൾ എഴുതിയിരിക്കുന്നത് സീരിയൽ ഡോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ്. ഓക്കെ. എന്നിട്ട് ആ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഈ വരുന്ന സീരിയൽ ഡാറ്റയെ മെസ്സേജ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ലൈനാണ് ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അടുത്ത ലൈനാണ് മെസ്സേജ് ഇസ് ഈക്വൽ ടു സീരിയൽ ഡോട്ട് റീഡ്. ഓക്കെ. സീരിയൽ ഡോട്ട് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലിൽ കൂടെ വരുന്ന ഡാറ്റ, അതായത് സീരിയൽ ഡാറ്റയെ എടുത്തിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സീരിയൽ ഡോട്ട് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ. ഇത്ര നമ്മൾ ചെയ്തു. അതായത് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് സീരിയലിൽ കൂടെ എന്തെങ്കിലും ഡാറ്റ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ലൈനാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഡാറ്റയെ മെസ്സേജ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ. ഇപ്പോ ഡാറ്റ വന്നു. ആ വന്ന ഡാറ്റയെ മെസ്സേജിലേക്ക് സ്റ്റോർ ചെയ്തു. ഇത്രയുമേ ആയുള്ളൂ. നമ്മുടെ കോഡിന്റെ മെയിൻ വർക്കിംഗ് ആയിട്ടില്ല. വരുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നമ്മുടെ എൽ ഇ ഡിയെ കൺട്രോൾ ചെയ്യണം. ഓക്കെ. ഓക്കെ. ഇനി ഞാൻ ഓരോ ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇഫ് മെസ്സേജ് ഈക്വൽ ടു ആർ, ഡിജിറ്റൽ റൈറ്റ് റെഡ് കോമ ഹൈ. ഇതാ ഇപ്പൊ ഞാൻ ഒരു ലൈനും കൂടെ എഴുതി. ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിൽ എന്താ, ഇഫ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുന്നത് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഡാറ്റ, അതായത് നമ്മുടെ റിസീവ് ചെയ്ത മെസ്സേജ് എന്ന് പറയുന്ന ഡാറ്റ ആർ എന്ന് പറയുന്ന സാധനമായിട്ട് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ റെഡ് LED ഹൈ ആക്കാൻ, അതായത് സീരിയലിൽ കൂടെ ആർ എന്ന് പറയുന്ന ഒരു ഡാറ്റ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡ് LED ഹൈ ആക്കും. ഓക്കെ. പക്ഷേ ഇങ്ങനെ ഒരു കോഡ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് കമ്പൈൽ ആവും. ഓക്കെ. പക്ഷെ ഇത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്
നമ്മൾ വിചാരിച്ച പോലെ റൺ ആവത്തില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സി പഠിച്ചതല്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്തു, പക്ഷെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. കണ്ടോ, ഞാനിപ്പോ അത് അപ്ലോഡ് ചെയ്തു, എപ്പോഴും റെഡ് എൽ ഇ ഡി കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. 6 എന്ന് പറയുന്ന സാധനം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് കത്താവൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് വെച്ചാല് എന്താ, അവിടെ എന്തെങ്കിലും ലോജിക്കലി മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണോ? അങ്ങനെയാണോ സമർ ഉദ്ദേശിക്കുന്നത്? എൽ സ്റ്റേറ്റ്മെന്റ്, സിംഗിൾ കോട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല, അസൈൻമെന്റ് യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ, യെസ് വിവേക്. ഇപ്പൊ വിവേക് ഇട്ടേക്കുന്നതാണ് കറക്റ്റ്. നമ്മൾ അസൈൻ ലൈക്ക് ഒരു സിംഗിൾ ഈക്വൽ ടു മാർക്ക് അല്ല നമ്മൾ ഇടേണ്ടത്. ഈ ഈക്വൽ ടു മാർക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ ഈക്വൽ ടു മാർക്ക് യൂസ് ചെയ്യുന്നത്. സിക്കകത്ത് നമ്മൾ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാനത് കമ്പയർ ചെയ്തു, അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ സീരിയൽ മോണിറ്റർ എടുത്തു, എടുത്തു, എൻ്റർ ചെയ്തു. ഇപ്പോഴും കത്തുന്നില്ല. അതെന്തുകൊണ്ടാ? നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇടരുത്, സിംഗിളേ ഇടാവൂ. ഓക്കെ, കണ്ടോ, ഞാൻ ഇപ്പോഴാണ് 6 എൻ്റർ ചെയ്ത് കൊടുത്തപ്പോ അത് കത്തിയത്. ഓക്കെ, അതായത് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് നമ്മളൊരു ലോജിക്കൽ ഓപ്പറേഷനെ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡബിൾ ഈക്വൽ ടു മാർക്ക് യൂസ് ചെയ്യണം. ക്യാരക്ടർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇത്തരം കാര്യം ക്ലിയർ ആണ് എല്ലാവർക്കും? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിപ്പോ എന്ത് പ്രൊജക്ട്, സീരിയൽ ഡാറ്റ എടുത്ത് പ്രോസസ് ചെയ്യുന്ന ഏതൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദി ഇറർ എൻകൗണ്ടർ ചെയ്യുന്ന ചാൻസ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതായത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഡാറ്റ ടൈപ്പിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഈ ഒരു ലോജിക്കിന്റെ കൺസെപ്റ്റിലാണ് മോസ്റ്റ് ഓഫ് ദി ഇററും നിങ്ങൾക്ക് വരാൻ സാധ്യത. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ സിംഗിൾ ഇൻവെർട്ടഡ് കോമയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാലേ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ഞാന് വേറെ അടുത്ത കണ്ടീഷൻ എഴുതാൻ പോവാ. ഇതേപോലെ തന്നെ മെസ്സേജസ് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവാ. ഇനി നമുക്ക് വേണ്ട എന്താ, 6 പകരം Y ആണെന്നുണ്ടെങ്കിൽ യെല്ലോ യെല്ലോ ഓൺ ആവണം. അതേപോലെ തന്നെ G ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഓൺ ആവണം. ഓക്കെ, നോക്ക്, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ആൽഫബറ്റും പിന്നെ ഹൈ ആവേണ്ട പിന്നെ ഏതാന്നുള്ളത് മാറ്റി. ഓക്കെ, എന്നിട്ട് ഞാൻ കമ്പൈൽ ചെയ്തു, അപ്ലോഡ് ചെയ്തു, അപ്ലോഡേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാൻ ഇനി Y എൻ്റർ ചെയ്തു, യെല്ലോ കത്തി. ഗ്രീൻ എൻ്റർ ചെയ്തു, ഗ്രീൻ കത്തി. എൻ്റർ ചെയ്തു, റെഡ് കത്തി. ഓക്കെ, പക്ഷെ ഇത് കണ്ടോ, ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ എല്ലാം കത്തിയില്ലേ? പക്ഷെ എനിക്ക് ഇങ്ങനെ വേണ്ട. ഞാൻ റെഡ്, അതായത് ഞാനിപ്പോ റീസെറ്റ് ചെയ്യുക, റീസെറ്റ് ബട്ടൺ ഞെക്കി റീസെറ്റ് ചെയ്യുക. എനിക്ക് 6 ഞാൻ എൻ്റർ ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ Y എൻ്റർ ചെയ്തു. Y എൻ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് റെഡ് കത്തണം. ഓക്കെ, എന്റെ ആവശ്യം അങ്ങനെ, അതായത് എപ്പോഴും ഒരു LED മാത്രം കത്തി കിടന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റിന്റെ താഴെ ഒരു എൽ സ്റ്റേറ്റ്മെന്റും കൂടെ ആഡ് ചെയ്യും. എൽസ് ഡൂട്ടർ റൈറ്റ്
लो. ओके. एलईडी. ഗ്രീൻ. ഇപ്പൊ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് എന്തുവാ? ഇഫ് മെസ്സേജ് ഈസ് ഈക്വൽ ടു വൈ ആണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ഹൈ ആവാനുള്ള ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആഡ് ചെയ്തേക്കുന്നത് എന്താ, ഈ ഒരു എക്സ്ട്രാ ലൈന് എൽസ് ഡിജിറ്റൽ റൈറ്റ് യെല്ലോ ഈസ് ഈക്വൽ ടു ലോ. അതായത് മെസ്സേജിന്റെ വാല്യൂ വൈ അല്ലാത്ത എല്ലാ ടൈമിലും യെല്ലോ എൽ ഇ ഡി ഓഫ് ആയിരിക്കണം. അതാണ് അതിന്റെ മീനിങ്. അതേപോലെ തന്നെ ഇഫ് മെസ്സേജ് ഈസ് ഈക്വൽ ടു ആർ റെഡ് എൽ ഇ ഡി ഹൈ. അതിന്റെ താഴെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, എൽസ് ഡിജിറ്റൽ റൈറ്റ് റെഡ് ലോ. അതായത് മെസ്സേജിന്റെ വാല്യൂ ആറല്ലാത്ത എല്ലാ ടൈമിലും റെഡ് എൽ ഇ ഡി ലോ ആയിരിക്കണം. അപ്പൊ ഞാൻ എന്താ കമ്പയർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ആർ എൻ്റർ ചെയ്തു, ആറ് കത്തി. വൈ എൻ്റർ ചെയ്തു, വൈ എൻ്റർ ചെയ്യാൻ പോവുക. വൈ എൻ്റർ ചെയ്യുമ്പോൾ എക്സ്പെക്ടഡ് റിസൾട്ട് എന്താ, യെല്ലോ എൽ ഇ ഡി കത്തണം, റെഡ് എൽ ഇ ഡി ഓഫ് ആവണം. നമ്മുടെ കോഡ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓപ്പറേറ്റ് ആവും. നമുക്ക് നോക്കാം. ഞാൻ എൻ്റർ ചെയ്യിക്കാൻ പോവാണ്. എൻ്റർ ചെയ്യിക്കും. ഓക്കെ ഫൈൻ. കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഗ്രീൻ എൻ്റർ ചെയ്തു, അപ്പൊ യെല്ലോ കാണണം. ഗ്രീൻ കത്തി. ഓക്കെ. റെഡ്, യെല്ലോ, ഗ്രീൻ. കണ്ടല്ലോ, പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കോഡ് ഞാൻ ഷെയർ ചെയ്തേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ. ഞാൻ ഒരു ലൈനും കൂടെ എൻ്റർ ചെയ്യാം. അതായത് ഒരു കമാൻഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാ എൽ ഇ ഡി ഓൺ ആവാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ഒരു കമാൻഡ്. ഓക്കെ. ഓക്കെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ ഞാനൊരു മോഡിഫിക്കേഷൻ കൂടെ വരുത്തിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന കമാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ എൽ ഇ ഡി ഓൺ ആവും. ബാക്കിയല്ല സെയിം വർക്കിംഗ് ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോ. ആ സ്വിച്ചും യൂസ് ചെയ്യാം. സ്വിച്ചും യൂസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. സ്വിച്ച് യൂസ് ചെയ്യാം. ആ, പിന്നെന്താ, ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഫെമിലിയറും എളുപ്പമായിട്ട് തോന്നിയത് ഇഫ് എൽസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. സ്വിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. സ്വിച്ചും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നോർമൽ സി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് സിയിലെ എന്താണ് ആ ഒരു ലോജിക് ഇല്ലേ, ഇഫിന് പകരം തന്നെ നമുക്ക് എന്താ പറയാ, ഡു വൈല്, ലൈക്ക് സ്വിച്ച് കേസ്, ആ സാധനം എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഓക്കെ, വേറെ ആർക്കും അപ്പൊ ഡൗട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു തംസപ്പ് ഇട്ടിട്ട് ലീവ് ചെയ്തു.